ഹായ് ഫ്രണ്ട്സ്, ഇനി അടുത്തൊരു സ്പെഷ്യൽ ഐറ്റമാണ്. നമ്മുടെ സദ്യയിലെ ഒരു മെയിൻ ഐറ്റമാണ് ഇത്. പഴം പുളിശ്ശേരി, ഏത്തക്ക പുളിശ്ശേരി. ഏത്തക്കയാണ് ഞാൻ പകുതി എടുത്തിട്ടുള്ളൂ. നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു 5 പേർക്ക് അല്ലെങ്കിൽ 6 പേർക്കൊക്കെ വേണ്ടി സെർവ് ചെയ്യുമ്പം നമുക്ക് ഈ ഒരു പകുതി പഴത്തിൻ്റെ ആവശ്യമുള്ളൂ വരുന്നുള്ളൂ. ഞാൻ പകുതി ഏത്തക്ക എടുത്തു. ഇത് നമ്മൾ ഏകദേശം ഈ ശർക്കര വരട്ടിക്ക് അരിയുന്ന ഒരു ടൈപ്പിൽ അരിയുന്നു, ഇച്ചിരി വലുപ്പത്തിൽ അരിയുന്നു. എന്നിട്ട് ഇതിനെ ഒന്ന് വേവിക്കാൻ വെക്കുകയാണ്. ഞാൻ കുക്കറിൽ ഒരു വിസിലൊന്ന് അടിക്കാൻ പോകും. അപ്പം നന്നായിട്ട് നല്ല രീതിയിൽ വേവുമല്ലോ, ഒരുപാട് സമയം കളയണ്ട. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് അല്പം മഞ്ഞൾപ്പൊടിയും ലേശം മുളക് പൊടി ഇട്ട് വേവിക്കുന്നു. ഒരല്പം മുളക് പൊടി ഇടുന്നു. പിന്നെ ഇതിനകത്തേക്ക് ഒരു പച്ചമുളക് ഇടണം. എന്നിട്ട് ഇതിട്ടാണ് വേവിച്ചെടുക്കുന്നത് നമ്മൾ. പച്ചമുളക് ഒന്ന് കീറിയ ഉണക്കിട്ട് അല്പം കൂടെ വെള്ളം വേണം. ഇനി ഞാനിത് അടച്ചു വെച്ച് ഒരു വിസിൽ വന്നിട്ട് നോക്കാം ബാക്കി. നന്നായിട്ട് വെന്ത് നന്നായിട്ട് ഉടഞ്ഞ് കണ്ടോ, ഏത്തക്കയുടെ ഒരു ടേസ്റ്റൊക്കെ അതിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത്, നമ്മളിപ്പോൾ ഒരു കട്ടത്തൈരാണ് എടുത്തിരിക്കുന്നത്. യോഗട്ട് എടുത്ത് ഇതിനകത്തേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടി പിന്നെയും ഒന്ന് ആഡ് ചെയ്ത് അല്പം വെള്ളവും കൂടി ആഡ് ചെയ്ത് നിന്ന് ലൂസാക്കി എടുക്കുന്നു. നല്ല രീതിയിലൊന്ന് ലൂസാക്കി എടുക്കണം. നമ്മൾ ശരിക്കും മോരിൻ്റെ ഒരു കൺസിസ്റ്റൻസിലാക്കി എടുക്കണം. ചൂടാവുന്ന സമയത്ത് നമുക്ക് തേങ്ങ ഒന്ന് വേവണം. തേങ്ങ ചെറിയ രീതിയിലൊന്ന് വേവണം. അപ്പം നമ്മളിപ്പോൾ ഇവിടെ ഓൾറെഡി തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട്. ഞാനിപ്പം ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് ഒരിച്ചിരി ജീരകം ഇട്ട് ഉള്ളി ഇട്ട് തേങ്ങ അരച്ചതാണ്. അപ്പോൾ ഇത്രത്തോളം തേങ്ങ മതിയായിരിക്കും. കുറച്ച് തേങ്ങ മതി, ഒരുപാട് തേങ്ങ വേണ്ട. തേങ്ങ അരച്ചത് നമ്മളിത് ഇതിലേക്കിട്ട് നന്നായിട്ട് തിള വരണം. കാരണം ഈ ഏത്തക്കകത്ത് അരപ്പും കൂടെ കിടന്ന് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. ഇനി അതിന് ശേഷം നമ്മൾ മോര് ഒഴിച്ചതിന് ശേഷം തിളയ്ക്കാൻ പാടില്ലല്ലോ, അതുകൊണ്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. അപ്പോൾ ആ സമയത്ത് മോര് റെഡിയാക്കി ഒഴിക്കുന്നു. മോര് ഇച്ചിരി അല്പം കൂടെ വെള്ളം ചേർക്കാം, കൊഴുപ്പ് കൂടുതലാണത്. നന്നായിട്ട് ഇളക്കണം. ഇത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം, കാരണം ഇത് തിളയ്ക്കാൻ പാടില്ല മോര്. കഴുകി ഒഴിക്കണം. ഏകദേശം മോരിൻ്റെ ഒരു ഇനി ഇത് ചൂടായി വരുമ്പം ആ ഒരു മഞ്ഞൾപ്പൊടിയുടെയും മുളക് പൊടിയുടെയും ഒക്കെ ഒരു ലേശം കളറും കൂടെ വന്ന് നന്നായി ഒരു ഭംഗിയായി വരും. ശരിക്കും മോരിൻ്റെ കളർ വരും. ചൂടാക്കി വെക്കണം, കുറച്ച് ചൂടാവണം ഇത്. നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുന്നതനുസരിച്ച് ഒന്നെങ്കിൽ മേലെ ഒരു ലൈറ്റ് പാട കാണാം. ഇപ്പോൾ നാട്ടിലൊക്കെ മോരാണെങ്കിൽ നമുക്ക് അങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ അതിന് പറ്റാത്ത സ്ഥിതിക്ക് നമ്മൾ ഇതിൽ മേലെ നല്ല രീതിയിലൊന്ന് പുക വരുന്ന ഒരു സമയം, അതായത് മോര് ചൂടായി എന്ന് മനസ്സിലാക്കും. ഇതിൻ്റെ മേലെ ഇങ്ങനെ ഒരു പുക വരെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് ഇത് ഓഫ് ചെയ്യാം, കാരണം തിള വരാൻ പാടില്ല. പുക വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും മോര് ചൂടായിട്ടുണ്ടെന്ന്. ഇനി നമ്മൾ ഓഫ് ചെയ്യുവാണ്. അടുപ്പ് ഓഫ് ചെയ്യുന്നു, നമ്മൾ മാറ്റുന്നു. ഇതാണ് ഇതിൻ്റെ ഒരു പരുവം. ഈ മേലെ ഒരു പുക വരുന്ന ഒരു ടൈമാണ് മോരിൻ്റെ ഒരു പരുവം. ഇനി അടുത്ത അടുപ്പത്ത് വെച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ കടുക് വറുത്തൊഴിക്കാം. ഒരല്പം എണ്ണ ഒഴിച്ചു. അല്പം കടുകിടുന്നു. പിന്നെ ഇതിനകത്ത് വേണ്ടത് ഉലുവ ഒരല്പം ഇടുന്നു. രണ്ടുനുള്ള ഉലുവ ഇട്ടു.
നമ്മൾ കറിവേപ്പിലയും കൂടി ഇട്ടു. ഉലുവ അതേ കളർ മാറി, കറിവേപ്പിലയും കൂടി ഇട്ടു. ഇത്രേ ഉള്ളൂ. കറിവേപ്പിലയും കൂടി ഇട്ട് നമ്മൾ ഒഴിക്കുകയാണ്. ഉണക്കമുളക് ഉണ്ടെങ്കിൽ അതും കൂടെ കടുകിനകത്ത് പൊട്ടിച്ചിടാം. ഇത്രയേ ഉള്ളൂ, പരിപാടി കഴിഞ്ഞു. കണ്ടോ, പുളിശ്ശേരി റെഡിയായി. ഓക്കെ, നല്ല ഏത്തക്ക പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ഒരുമാതിരി ആരും തന്നെ ഇത് പരീക്ഷിച്ചിട്ടില്ല. ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കുക, പോരാത്ത ഉപ്പിടുക. ഏത്തക്ക വേവിക്കുന്നൊപ്പം കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് വേവിക്കുകയാണെങ്കിൽ അതനുസരിച്ച് ബാക്കിയുള്ള ഉപ്പിടുക. പിന്നെ പുളിയുള്ള മോരാണെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് ഉപ്പ് വേണ്ടി വരും. ഒരല്പം കൂടെ എനിക്ക് വേണം, ഞാൻ ഇട്ടത് പോരായിരുന്നു. പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. നല്ലൊരു സദ്യക്കുള്ള മെയിൻ ഐറ്റം പുളിശ്ശേരി.